നമസ്കാരം. ഞാൻ നന്ദുലക്ഷ്മി. ഡിവൈൻ റെവറൻസിലേക്ക് സ്വാഗതം. ഓം വരാഹി ദേവിയേ നമഃ. സർവരുഹ രോഹവരാഹ സർവകഷ്ട വിദ്വേഷണം. ഇന്നത്തെ പതിവ് വന്നിട്ട് ആടിപ്പെരുക്കിനെ കുറിച്ചാണ്. ആടിപ്പെരുക്ക് മീൻസ് ആടി 18 അന്നേക്ക് താലിക്കയറ് മാറ്റും. അന്ന് കട്ടായമായിട്ട് നമ്മൾ നോക്കിക്കാണേണ്ട ഒരു ചില വിഷയങ്ങൾ ഇരിക്കുന്നുണ്ട്. ഏത് നേരത്തിലാണ് കയറ് മാറ്റേണ്ടത്, ഏതൊക്കെ പൊരുളുകൾ നമ്മൾ അന്നേ ദിവസം വീട്ടിൽ വാങ്ങണം, മഹാലക്ഷ്മി കടാക്ഷം നിറയുന്നതിന് വേണ്ടിയാണ് ഇതെല്ലാം ഈ പതിവിൽ ഞാൻ പറയുന്നുണ്ട്. ആടിപ്പെരുക്ക് ആടിമാസം 18-ാം തീയതി, നാളെ ഓഗസ്റ്റ് 3 തിങ്കളാഴ്ചയാണ്. പതിവിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് പഞ്ചമിതിഥി അപ്ഡേറ്റ് കൂടെ പറയാം. നാളെയാണ് പഞ്ചമി തിഥിയും, ഓഗസ്റ്റ് മാസം 3-ാം തീയതി. ഇന്ന് 2-ാം തീയതി ഞായറാഴ്ച രാത്രി 9 മണി വരെ മാത്രമേ പൂജ, വഴിപാട്, യാഗം എന്നിവയ്ക്ക് പേരുകൾ കൊടുക്കാൻ പറ്റത്തുള്ളൂ. അതിനുശേഷം വരുന്ന പേരുകൾ എടുക്കാൻ ഒക്കത്തില്ല. ഓൾറെഡി നമ്മുടെ ചാനൽ ഫോളോ ചെയ്ത് വരുന്നവർക്ക് എല്ലാ പ്രൊസീജിയേഴ്സും അറിയാം. നിങ്ങൾ പുതിയതാണ്, നിങ്ങൾക്ക് അറിയണമെങ്കിൽ വാട്സപ്പ് നമ്പർ ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്, അതിലേക്ക് മെസ്സേജ് ചെയ്തോളുക. അപ്പോൾ ഓൾ ഇൻഫർമേഷൻസും നിങ്ങൾക്ക് റിപ്ലൈ ആയി വരുന്നതാണ്. ആദ്യം എല്ലാം അറിഞ്ഞോളുക, മനസ്സിലാക്കിക്കൊള്ളുക. വീണ്ടും പക്ഷത്തിൽ നിങ്ങൾക്കും നിങ്ങളുടെ പേരുകൾ കൊടുക്കാവുന്നതാണ്. അങ്ങനെ പേരുകൾ കൊടുക്കുന്നവർ തീർച്ചയായിട്ടും നിങ്ങളുടെ പേര്, നക്ഷത്രം, ഡേറ്റ് ഓഫ് ബർത്ത്, നിങ്ങളുടെ ജനന സ്ഥലം, ഇപ്പോൾ ഇരിക്കുന്ന സ്ഥലം രണ്ടും കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തോളുക. അപ്പോൾ ഇനി വന്നോളൂ, നമുക്ക് വീഡിയോകളിലേക്ക് പോകാം. ആടിപ്പെരുക്ക് ദിവസം കാവേരി ദേവിയെ വന്ന് വഴിപാട് ചെയ്യുന്ന ദിവസം. നിങ്ങൾ നാളെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഓർത്തു വെച്ച് ചെയ്തോളുക. വാഴയിലയിൽ വന്നിട്ട് പൂക്കള്, പച്ചരി, മഞ്ഞള്, കുങ്കുമം, തേങ്ങ, വെറ്റില, അടയ്ക്ക, തേന്, പച്ചരി മാവ്, പച്ചരിയും വെക്കണം, പച്ചരി മാവും വെക്കണം, പനിനീര്, ഇവയെല്ലാം വെച്ചിട്ട് നമ്മൾ കാവേരി ദേവിയെ പ്രാർത്ഥിക്കും. ആടി 18 അന്ന് നമ്മൾ എന്ത് വാങ്ങിനാലും അത് ആടിപ്പെരുക്ക് പെരുകി പെരുകി വരും. അത് ഐതിഹ്യം. അക്ഷയ തൃതീയയിൽ അന്ന് നമ്മൾ സ്വർണം വാങ്ങിയാൽ അത് പെരുകുമെന്ന് പറയുന്നില്ലേ, അതുപോലെ തന്നെ എന്ത് പൊരുൾ വന്നുള്ളത് നമ്മൾ ആടിപ്പെരുക്കിന് വാങ്ങിയാലും അത് പെരുകി പെരുകി ഏറി വരുമെന്നാണ് ഐതിഹ്യം. നമ്മുടെ വീട്ടിൽ സുഭിക്ഷം വരുമെന്നാണ് ഐതിഹ്യം പറയപ്പെടുന്നത്. ആടിപ്പെരുക്ക് അന്നയ്ക്ക് വന്നിട്ട് സുമംഗലി പെൺകൾ വന്നിട്ട് അവരുടെ താലിയില് മഞ്ഞച്ചരടിൽ കോർത്തിട്ടിരിക്കുന്നില്ലേ, മഞ്ഞച്ചരട് മാറ്റും താലിയിലിരുന്ന്. അത് മാറ്റുന്ന ഒരു നാളാണ് ആടിപ്പെരുക്ക്. ഈ ആടിപ്പെരുക്ക് അന്നിന് നമ്മൾ മറക്കാൻ പാടില്ലാത്ത ഒരു ചില വിഷയങ്ങൾ എന്ന് ഇരിക്കുന്നുണ്ട്. ശനിയാഴ്ച വന്നാലും ശരി, വെള്ളിയാഴ്ച വന്നാലും ശരി, ഞായർ വന്നാലും തിങ്കൾ വന്നാലും ശരി, ആടി 18 ആടിപ്പെരുക്ക് എന്നാല് ഏത് ആഴ്ച ഏത് ദിവസം എന്നുള്ളത് നിങ്ങൾ നോക്ക വേണ്ടിയ ആവശ്യമേ ഇല്ല. നിങ്ങൾ ധാരാളമായിട്ട് കയറ് മാറ്റിക്കൊള്ളുക. ഒത്തിരി വിശേഷപ്പെട്ട നാള്. അന്ന് നിങ്ങൾ കയറ് മാറ്റിയാല് ദീർഘസുമംഗലിയായിട്ട് ഇരിക്കാനുള്ള ഭാഗ്യം നിങ്ങൾക്ക് കിട്ടും. സോ നാളെ നിങ്ങൾ ഇതൊക്കെ ചെയ്തോളുക. ദിവസം ഏതാണെന്ന് നോക്കേണ്ട ആവശ്യമില്ല, പക്ഷെ നല്ല നേരം നിങ്ങൾ തീർച്ചയായിട്ടും നോക്കണം. കാരണം യമകണ്ഠത്തിൽ പോയിട്ട് നിങ്ങൾക്ക് മാംഗല്യം മാറ്റാൻ പറ്റില്ലല്ലോ. ആടി 18-ന് നിങ്ങൾ ആദ്യം വിളക്കേറ്റി വെച്ചിട്ട് ചെയ്യേണ്ട ഫസ്റ്റ് കാര്യം എന്താച്ചാല്, മഞ്ഞളില് നിങ്ങൾ പിള്ളയാരെ പിടിച്ചു വെക്കുക. ഗണപതി ഭഗവാനെ മഞ്ഞളില് നിങ്ങൾ പിടിച്ചു വെക്കണം. മറക്കവേ പാടില്ല. നിങ്ങൾ മഞ്ഞളില് ഗണപതി ഭഗവാനെ പിടിച്ചു വെക്കണം. ഏതൊരു നല്ല കാര്യം ചെയ്യുമ്പോഴും ഫസ്റ്റിൽ മഞ്ഞളില് പിള്ളയാരെ പിടിച്ചു വെച്ചിട്ട് വേണം ആ മംഗളകാര്യം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അപ്പൊ മാത്രമേ അത് നിങ്ങൾക്ക് വിജയത്തെ കൊണ്ടെത്തരത്തുള്ളൂ. പിള്ളയാരെ പിടിച്ചു വെച്ച് വിളക്കേറ്റി വെച്ചതിനപ്പുറം നിങ്ങൾ അമ്പാളെ പ്രാർത്ഥിച്ച് അതിനു വേണ്ട ബാക്കിയുള്ള പൂജാ വഴിപാടുകളെല്ലാം ചെയ്തോളുക. നാളെ പഞ്ചമി തിഥി കൂടെയാണ്. അപ്പോൾ വരാഹിയമ്മനെയും അമ്മയ്ക്കും ഒരു വിളക്ക് കത്തിച്ച് അമ്മയും നന്നായിട്ട് പ്രാർത്ഥിച്ചോളുക. ഈ ആടിപ്പെരുക്കന്നേക്ക് മംഗല്യച്ചരട് മാറ്റുന്നത് വന്നിട്ട് നമ്മുടെ മംഗല്യബലത്തെ വന്ന് അധികരിക്കപ്പെടും എന്നാണ് പറയപ്പെടുന്നത്. അതിനാലെയാണ് താലിച്ചരട് ഇരുന്നാലും കൂടെ ഒരു ചെറിയ മഞ്ഞ ചരട് ആ ചരടിന്റെ മേലെ കൂടെ കെട്ടിവെക്കാനെങ്കിലും പറയുന്നത്. ഇല്ല, യൂഷ്വലി ചെയ്തു വരുന്നവരാണെങ്കിൽ നിങ്ങൾ ഫുള്ളായിട്ട് അങ്ങ് ചരട് മാറ്റിക്കൊള്ളുക. ഇല്ല, പുതുചരട് നിങ്ങൾ മാറ്റുന്നവരാണെങ്കിൽ മുന്നേ വന്ന്, അതായത് ഇന്ന് ഞായറാഴ്ച വന്ന് തന്നെ നിങ്ങൾ ചരട് വാങ്ങി വെച്ചോളുക. നാളെ സമയത്തിനൊന്നും അത് മാറ്റാൻ സമയത്തിന് വാങ്ങാൻ നിൽക്കരുത്, ഇന്ന് തന്നെ വാങ്ങി വെച്ചോളൂ. ആടിപ്പെരുക്ക് അന്നേക്ക് നാളെ നിങ്ങളുടെ വീടിന് അടുത്ത് സുമംഗലി പെൺകുട്ടികൾ ആരെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾക്ക് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാവുന്നതാണ്. 3 പേര് 5 പേര് അങ്ങനെ നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് അവർക്ക് നിങ്ങൾക്ക് ഗിഫ്റ്റ് കൊടുക്കാവുന്നതാണ്. അത് മംഗല പൊരുൾകളായിരിക്കണം. ശരിയാ? കൂടുതൽ പേർക്ക് കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും ഒരാൾക്കെങ്കിലും കൊടുത്തോളുക. താമ്പോലത്തില് മഞ്ഞള്, കുങ്കുമം, വളകള്, പൂവ് ഇതൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ നമ്മുടെ മാംഗല്യബലം നീട്ടിക്കിട്ടും. ശരിയാ? മാത്രമല്ല കുലദൈവത്തിന്റെ ഒരു കടാക്ഷവും നമുക്ക് വന്നു ചേരും. ഇതെല്ലാം ഐതിഹ്യം.
ആടിപ്പെരുക്ക് അന്നേക്ക് വീട്ടില് കുറവില്ലാതെ ഇരിക്കേണ്ട മുഖ്യ പൊരുൾകൾ എന്ന് ഒരു ചിലതിരിപ്പുണ്ട്. അത് വാങ്ങി കണ്ടിപ്പാ നിങ്ങൾ നിരത്തി വെച്ചോളുക. ആ പൊരുൾകൾ എന്തൊക്കെയെന്ന് ചോദിച്ചാല് അരി, തോരൻ പരിപ്പ്, കല്ലുപ്പ്, ശർക്കര, ഇത് നിങ്ങൾ നാളെ നിറച്ചും വാങ്ങി വീട്ടിൽ വെച്ചോളുക. ആടിപ്പെരുക്കിന് നല്ല വസതിയുള്ളവര്, ക്യാഷൊക്കെ ഉള്ളവരാണെങ്കിൽ അവർ വന്നിട്ട് സ്വർണമൊക്കെ വാങ്ങും. സ്വർണം അക്ഷയ തൃതീയയ്ക്ക് എങ്ങനെ വാങ്ങണം എന്ന് നമ്മൾ ജാഗ്രതയായി ഇരിക്കുന്നത് പോലെ തന്നെ ആടിപ്പെരുക്കിനും അങ്ങനെ തന്നെയാണ്. അത് ചെയ്താല് അത് പല മടങ്ങ് പെരുകിയിട്ടേയിരിക്കും. ഇന്നേക്കും കൂട്ടം വന്നിട്ട് കടയിൽ ജാസ്തിയായി തന്നെ ഇരിക്കും. എല്ലാരെ കിട്ടും സ്വർണ്ണമൊന്നും ഇപ്പൊ വാങ്ങാൻ പറ്റില്ല, ശരിയല്ലേ? എങ്കിലും നിങ്ങൾ മുഖ്യമായി വാങ്ങേണ്ട ഒരേ ഒരു പൊരുൾ ഇരിപ്പുണ്ട്. അത് എന്താന്ന് ചോദിച്ചാല് കുടമഞ്ഞള്, ഗുണ്ടുമഞ്ഞളില്ലേ, അത് തീർച്ചയായിട്ടും നിങ്ങൾ വാങ്ങിച്ചോളുക. ഗുണ്ടുമഞ്ഞൾ വാങ്ങി വെക്കുന്നതിലൂടെ വീട്ടിൽ വന്നിട്ട് മഹാലക്ഷ്മി കടാക്ഷം ഏർപ്പെടും. ഇത് വന്നിട്ട് ശാസ്ത്രം പറയുന്നത്. ശരിയാ. മഞ്ഞളിന്റെ കൂടെ ഒരു പാക്കറ്റ് കല്ലുപ്പും പച്ചരി ഒരു 1/4 കിലോ വാങ്ങിച്ചോളുക. ഇതെല്ലാം നിങ്ങൾ വാങ്ങി വെച്ചോളുക. വീട്ടില് ലക്ഷ്മി കടാക്ഷം ഓടിവെത്തും. ഇനി ഒന്നുകൂടെ പറയാം. ഈ നാളെ ആടി 18-ന് ശ്രീരംഗത്തിലിരിക്കുന്ന പെരുമാൾ ഭഗവാൻ കാവേരി ദേവിയെ കാണാനായിട്ട് കാവേരി കരയ്ക്ക് എഴുന്നള്ളും. അന്നേ ദിനത്തില് അമ്മ മണ്ഡപത്തേക്ക് പല്ലക്കില് പെരുമാൾ സ്വാമി വരും. അവിടെ വന്നിട്ട് വൈകുന്നേരത്ത് കാവേരി ദേവിക്ക് മാല, താലി, പൊട്ട്, തീരെല്ലാം വെച്ച് ആനയുടെ മേലെ വെച്ച് ഊറ് ചുട്ടും. കാവേരി അമ്മയ്ക്ക് തിരുമാല് മാല സമർപ്പിക്കും. ഇത് കാണുന്നതിനായിട്ട് നിറയെ ഭക്തർ വന്ന് കൂടും. ഇതൊരു ഐതിഹ്യം. പെരുമാളെയും കാവേരി അമ്മയെയും വണങ്ങാൻ ഇതൊരു ഐതിഹ്യമായി കൊണ്ടാടുന്നു. ഈ ആടിപ്പെരുക്ക് നാളത്തെ ദിവസം നിങ്ങൾ എന്ത് നിവേദ്യം വയ്ക്കുകയോ ഇല്ലയോ അത് ഒരു വിഷയമല്ല. പക്ഷേ നിങ്ങൾ തൈര് സാപ്പാട് തീർച്ചയായിട്ടും വെച്ചോളുക. രാശിപ്പടി വെച്ച് നോക്കുമ്പോൾ ഒരു ചില രാശിയിലുള്ളവര് ആടി 18 ആടിപ്പെരുക്കിന് വഴിപാട് ചെയ്താല് അവർക്ക് അപരിമിതമായ ഫലങ്ങളാണ് വന്നു ചേരുന്നത്. നമ്മൾ അൺഎക്സ്പെക്റ്റഡ്ലി നമുക്ക് പലതും വന്നു ചേരുമില്ലേ, അതുപോലെ ഇത് ജ്യോതിഷം ചൊല്ലുന്നതാണ്. അതിന് കാരണത്തോടു കൂടെയാണ് ജ്യോതിഷം അത് ചൊല്ലി വെച്ചിരിക്കുന്നത്. ആടി 18 എന്നത് കാവേരി ദേവിയാണ് മിക മുഖ്യമായി നിൽക്കുന്നത്. ഇപ്പൊ ദീപാവലി എടുത്താല് ഗംഗാദേവിയാണ് മുഖ്യം. അതുപോലെ ആടി 18 അന്നേക്ക് കാവേരി ദേവി വന്നിട്ട് എല്ലാ വെള്ളത്തിലും അമ്മ വ്യാപിച്ചിരിക്കുന്നു, അങ്ങനെ പറയപ്പെടുന്നു. സോ നമ്മുടെ വീട്ടിലിരിക്കുന്ന വെള്ളത്തിൽ കൂടെ അന്ന് കാവേരി അമ്മ വന്ന് ഇരിക്കുന്നുണ്ട്. അതിനാല് ടാപ്പിലെ വെള്ളം യൂസ് ചെയ്യുന്നവർ അന്ന് ഒരു പാത്രത്തില് കുറച്ച് വെള്ളം എടുത്ത് വെച്ചോളുക അമ്മയുടെ സാന്നിധ്യത്തിന് വേണ്ടിയിട്ട്. ശരിയാ. മാത്രമല്ല, നിങ്ങൾ വെള്ളം പിടിച്ച് കുളിക്കുന്നവര് അമ്മയെ മനസ്സില്, കാവേരി അമ്മയുടെ ജലമെന്ന് മനസ്സിൽ പ്രാർത്ഥിച്ച് നിങ്ങൾ കുളിച്ചോളുക. ഷവറിൽ കുളിക്കുന്നവർ അന്നൊരു ദിവസം നിങ്ങൾ നാളത്തെ ദിവസം വെള്ളം ബക്കറ്റിൽ പിടിച്ച് കുളിച്ചോളുക. ശരിയാ. വെള്ളം കോരിയെടുത്ത് ഉടനെ ടപ്പയെന്ന് തലയിൽ ഒഴിച്ച് കുളിക്കാൻ പാടില്ല. അതിനു മുന്നേ ചൊല്ലേണ്ട ഒരു കാര്യം ഇരിക്കുന്നുണ്ട്. ഇപ്പോ സംസ്കൃതത്തിലിരിക്കുന്ന മന്ത്രമൊന്നും നിങ്ങൾക്ക് വരില്ല എങ്കിൽ കൂടെയും ഈ ഒരു വരി മാത്രം നിങ്ങൾ ചൊല്ലിക്കൊള്ളുക. ഗംഗൈ യമുനൈ ഗോദാവരി സരസ്വതി നർമ്മദൈ സിന്ധു കാവേരി, ഈ പുണ്യ നദികൾ ഈ തീർത്ഥത്തിൽ എഴുന്തരുളട്ടും. ഞങ്ങളുടെ പാപങ്ങളെല്ലാം പോയി കിട്ടട്ടും. ഞങ്ങൾക്ക് 16 സെൽവവും വന്നു ചേരട്ടും. ഇങ്ങനെ ചൊല്ലി പ്രാർത്ഥിച്ചതിന് ശേഷം വെള്ളം കോരി ഒഴിച്ചോളുക. ശരിയാ. കാവേരിയിൽ കുളിക്കുന്നത് മാതിരി മനസ്സിൽ ഇമാജിൻ ചെയ്ത് വേണം കുളിക്കാനായിട്ട്. നിങ്ങൾക്ക് പുണ്യബലങ്ങൾ വന്നിട്ട് കിട്ടും. നിങ്ങൾ വീട്ടിൽ നീരാടിയിട്ട് പക്കത്തിരിക്കുന്ന കോവിലുകളുണ്ടല്ലോ, അമ്മൻ കോവിലുകളുണ്ടല്ലോ, നാളെ നിങ്ങൾ ഒന്ന് സന്ദർശിച്ചോളുക. ശരിയാ. പോയിട്ട് നിങ്ങൾ അഭിഷേകത്തിന് ദ്രവ്യങ്ങൾ വാങ്ങിക്കൊടുക്കുക. ജവ്വാത്, അങ്ങനെയുള്ള പനിനീര്, അങ്ങനെയൊക്കെ അറിയാലോ, അതൊക്കെ വാങ്ങിക്കൊടുക്കുക. അത് വന്നിട്ട് നിങ്ങൾക്ക് മികവാർന്ന ഫലങ്ങൾ തിരിച്ചു തരും. നാളെ വന്നിട്ട് കയറ് മാറ്റുന്നതിന് ഉകந்த നേരം എപ്പോഴെന്ന് നോക്കാം. മാത്രമല്ല, ഏത് രാശിക്കാര് നാളെ വഴിപാട് ചെയ്താൽ ഫലം കിട്ടുമെന്നുള്ളത് നമുക്ക് നോക്കാം. അതിൽ ജ്യോതിഷ രീതിയായിട്ട് എന്താ ബലം, എന്താണ് അതിന്റെ കാരണം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. നാളെ ആഗസ്റ്റ് മാസം 3-ാം തീയതി തിങ്കളാഴ്ചയാണ് ആടിപ്പെരുക്ക്. ആടി 18 വന്നിരിക്കുന്നത്. പഞ്ചമി തിഥിയും നാളെയാണ് വന്നിരിക്കുന്നത്. നല്ല നേരം നോക്കാം. രാഹുകാലം നോക്കിയാല് രാവിലെ 7:30 തൊട്ട് 9 മണി വരെയാണ്. ഈ നേരം കയറ് മാറ്റാൻ പാടില്ല. യമകണ്ഠം വന്നിട്ട് 10:30 12 മണി വരെ. ആ സമയത്തിനും മാറ്റാൻ പാടില്ല. സാധാരണ 12 മണിക്കുള്ളിൽ കയറ് മാറ്റുന്നതാണ് നല്ലതെന്ന് പറയപ്പെടും. പക്ഷേ യമകണ്ഠകാലം ഇരിക്കുന്നതിനാൽ അത് പറ്റില്ല. 10:30 മണിക്ക് മുന്നേ നമ്മൾ കയറ് മാറ്റുന്നത് സിറപ്പാനത്. അതും രാവിലെ 9 മണി വരെ രാഹുകാലം ഇരിക്കുന്നുണ്ട്. സോ 9:15 10:15 നിങ്ങൾ കയറ് മാറ്റിക്കൊള്ളുക. ഇതല്ലെങ്കിൽ ബ്രഹ്മമുഹൂർത്തത്തിൽ നിങ്ങൾ കയറ് മാറ്റിയാലും നല്ല ബലമാണ് കിട്ടുന്നത്. ഞാൻ ഇന്നീ പതിവ് പോടുന്നത് അതിനു വേണ്ടിയിട്ടാണ്. എല്ലാം നന്നായിട്ട് കേട്ട് മനസ്സിലാക്കി ചെയ്തോളുക.
മലയാളീസ് സാധാരണയായിട്ട് മഞ്ഞ ചരല് താലി കൊരുത്തിടില്ല. നിങ്ങൾ സ്വർണ്ണ മാലയിൽ ഒരു മഞ്ഞ ചരട് ഒന്ന് ഇട്ടോളുക, ശരിയാ, അതിൽ കോർത്തിട്ടോളുക. ഇനി ഏത് രാശിക്കാര് വഴിപാട് ചെയ്താല് അന്ന് സെൽവം പെരുകും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഈ ആടി 18-നാണ് സൂര്യഭഗവാൻ വന്ന് കടകരാശിയില് പൂഷ നക്ഷത്രത്തിലിരുന്ന് ആയില്യം നക്ഷത്രത്തിലേക്ക് മാറുന്നത്. പൂഷൻ നക്ഷത്രം എന്നത് ശനി ഭഗവാനോടെ നക്ഷത്രം. അതിനോട് അധിപതി ബൃഹസ്പതി എന്ന് പറയുന്ന ദേവഗുരു. സൂര്യഭഗവാൻ വന്നിട്ട് ദേവഗുരുവോടെ കൺമുന്നേ ഇരിക്കുമ്പോൾ കെട്ടുപാടുകളോടുകൂടിയാണ് ഇരിക്കുന്നത്. അവര് ദേവഗുരുവിന്റെ കണ്ണിൽ നിന്ന് മാറി ബുധനോടെ നക്ഷത്രമായ ആയില്യ നക്ഷത്രത്തിലേക്ക് എന്നാലാണ് അത് ആടി 18. അതിനാല് ആടി 18-ന് ചെയ്യുന്നതെല്ലാം 10 മടങ്ങ് പെരുകുമെന്നതാണ് ഐതിഹ്യം. ഇതില് 12 രാശികളില് കടകം, വൃശ്ചികം, മീനം ഇത് മൂന്നും നോക്കിയാല് ജലരാശികളാണ്, അതായത് നീർരാശികള്. ഈ 3 രാശികളിലും ചന്ദ്രൻ വന്ന് ഉച്ചത്തില് ഋഷഭരാശിക്കാര് വഴിപാട് ചെയ്തു കഴിഞ്ഞാല് അപരിമിതമായ ഫലങ്ങൾ വന്നു ചേരുമെന്നാണ് ഇത് ജ്യോതിഷം പറയുന്നത്. സോ ഈ 4 രാശിക്കാര് തീർച്ചയായും നന്നായിട്ട് വഴിപാട് ചെയ്തോളുക. പറ്റുമെങ്കിൽ കാവേരി ദേവിയെയും പോയി വണങ്ങിക്കോളുക. ഇത്രയേ ഉള്ളൂ. സോ നാളത്തെ ആടിപ്പെരുക്ക് ആടി 18 ആരും മിസ് ചെയ്യാതിരിക്കുക. ഇന്നത്തെ പതിവ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. പതിവ് പിടിച്ചിരുന്നാൽ ഒരു ലൈക്ക് തരണേ. മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും നിങ്ങൾ അറിയുന്ന ഗ്രൂപ്പ്സുകളിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്ത് ചോദിച്ചോളുക. പക്കത്തുള്ള ഹൈപ്പ് എന്ന ബട്ടൺ കൂടെ ഒന്ന് അമർത്തിയേക്കണേ. ഇനിയൊരു ന്യൂ വീഡിയോയുമായി വരുന്നത് വരേക്കും നന്ദി, നമസ്കാരം.